ഹലോ. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചായ കുടിക്കാൻ പോവാം കേട്ടോ. സുജി ചേട്ടൻ ഇവിടെ ഉണ്ട്. ഞാൻ ചായയും കടിയും ആക്കി വെച്ചിട്ട് കുറേ നേരമായി വിളിക്കുന്നു. ആരെണീക്കുന്നു? ചായ ചൂടാറിപ്പോയി ഒന്നും കഴിക്കാൻ പറ്റില്ല. ചായ ചൂടോടെ കഴിക്കണം. പിന്നെ പോരാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും ഈ ചായ ചൂടാക്കുമ്പോഴേ ഒരുമാതിരിയായിരിക്കും. എനിക്കങ്ങനെ ഇഷ്ടമല്ലേ. കുറേ നേരമായി വിളിക്കുന്നു. പക്ഷേ പുള്ളി പറയും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഞാൻ എന്താക്കി, എനിക്ക് വിശന്നപ്പോൾ ഞാൻ എന്താക്കി, പോയി ദോശ എടുത്ത് കറി ഇരിപ്പുണ്ടായിരുന്നു, കടലക്കറി ഇരിപ്പുണ്ടായിരുന്നു, അതും എടുത്ത് ഞാൻ കഴിച്ചു കേട്ടോ. പിന്നെ കുറത്ര സമയം കാത്തിരിക്കണ്ടേ. അപ്പം പിന്നെ ചെറിയൊരു എന്തോ ഒരു ദേഷ്യം പോലെ ഉണ്ടെന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല. അവിടെ നിൽക്കട്ടെ, വന്നോളുമല്ലോ ചായ കുടിക്കാൻ. പിന്നെ ഞാൻ ചായ കുടിക്കുമ്പോൾ എഴുന്നേറ്റ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ, പല്ലെല്ലാം തേക്കാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാനിവിടെ കഴിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെന്താ, നല്ല മഴയാണ് ഇവിടെ. നമ്മുടെ വയനാട്ടിൽ എന്തൊരു മഴയാണെന്നറിയോ. എല്ലാവിടെയും മഴയുണ്ട് അല്ലേ. പക്ഷെ ഞാൻ അങ്ങ് അനിയത്തിൻ്റെ അടുത്തൊക്കെ വിളിച്ചു ചോദിക്കുമ്പോൾ പറയും മഴ ചെറിയ കുറവുണ്ട് എന്ന്. പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെ നല്ല മഴയാണ്. പിന്നെ പോരാത്തന്ന് സുജി ചേട്ടൻ പണിക്ക് പോയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക. അപ്പം പണിയെല്ലാം തീർത്ത് വെച്ച് പോകാമല്ലോ, ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് എന്ന് വിചാരിച്ച്. അപ്പം എന്തായാലും ഇനി നേരം വീഴും. അപ്പം ചോറും കൂടി വെച്ചിട്ടങ്ങ് പോകാം. ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഉണ്ട് എൻ്റെ അമ്മ വീട്ടിൻ്റെ അടുത്തുള്ളൊരു അമ്മ കേട്ടോ. എപ്പോഴും വീട്ടിൽ വന്നിരിക്കുന്ന 2 പെൺപിള്ളേരുള്ള ആണ്. ഇവർ ഞാൻ നോക്കുമ്പോൾ എന്താ സംസാരിക്കുന്നത്, സീരിയലിൻ്റെ കഥ പറയുന്നു. 2 പേരും വലിയ സീരിയൽ കഥ പറയുന്നു കേട്ടോ. അപ്പോൾ ഈ അമ്മമ്മ 7 മണി മുതൽ 6 മുതലുള്ള സീരിയൽ മൊത്തം കാണുമ്പോൾ എന്നിട്ട് രാത്രി 10 മണിക്കാവുമല്ലോ കിടക്കുകയുള്ളൂ. പിന്നെ എന്ന് പറയുക ഇവർ രണ്ടാളും. ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര കഥ പറച്ചിലാണ്. എന്നിട്ട് ഞാൻ അവിടെ ഇങ്ങനെ നിന്ന്, അമ്മയും പറയുന്നുണ്ട് ഈ അമ്മമ്മയും പറയുന്നുണ്ട്. ഈ അമ്മമ്മയില്ലേ വീട്ടിലെ പണി മൊത്തം ചെയ്യും. വീട്ടിലെ പണി, അവർക്ക് 3 മക്കൾ, ഒരു ആൺകുട്ടിയും തൊട്ടിപ്പുറത്ത് വീടൊക്കെ വെച്ച് നിൽക്കുന്നത്. പിന്നെ 2 പെൺകുട്ടികളും കേട്ടോ. ആ പെൺകുട്ടികൾ 2പേരും കല്യാണം കഴിച്ചിട്ടില്ല, പ്രായമായിട്ടുണ്ട്. പക്ഷേ കല്യാണം വന്നില്ല, അതെന്താണെന്ന് എനിക്കറിയില്ല, കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ അമ്മമ്മ എപ്പോഴും വീട്ടിൽ വരും. വീട്ടിൻ്റെ തൊട്ടടുത്താണ് എന്നുവെച്ചാൽ വീട്ടിലെ സർവ്വ ചോറും കറിയും എല്ലാം വെക്കുന്ന ഈ അമ്മമ്മയാട്ടോ. മൂത്ത മോള്, 2 പെൺകുട്ടികളുടെ മൂത്ത മോള് ഈ അമ്മയുടെ ആങ്ങളേൻ്റെ വീട്ടിലോ ഒറ്റയാണ്, വല്ലപ്പോഴും വരുള്ളൂ. പിന്നെ ഇളയ മോളല്ലേ, അവൾക്ക് അങ്ങനെ സുഖമില്ല, അപ്പം ഭക്ഷണമൊന്നും ആക്കാൻ പറ്റില്ല. ഈ അമ്മ എല്ലാ പണിയും ചെയ്യുന്ന ഈ അമ്മയാട്ടോ. പിന്നെ വീട്ടിൽ പോയി കുറച്ച് ചക്കവറുത്തും ചായയെല്ലാം കുടിച്ചിരുന്നു. പിന്നെ സുജീഷേട്ടൻ പിന്നെ വീട്ടിൽ പോയാലും ഇവിടെ ഇരുന്നാലൊക്കെ കണക്കാട്ടെ, ഈ ഫോണല്ലാതെ സുജീഷേട്ടൻ വേറെ ഒന്നും നോക്കൂല. പിന്നെ ചായയെല്ലാം കുടിച്ച് വേഗം പോന്നു കേട്ടോ. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ എടുത്തിട്ട് ഇങ്ങ് പോന്നു കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ കുറച്ച് വെറ്റില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറ്റില അവിടെ നിന്ന് പറിച്ച കേട്ടോ. വെറ്റില പറിച്ച് എന്നിട്ട് ഇച്ചിരി മട്ടൻ്റെ കറി ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങ് വന്നു കേട്ടോ. അത് മട്ടൻ കറിയാണ്. വെറ്റില എന്തിനാണ്, വെറ്റില നമ്മളെ പല്ലുവേദനയ്ക്ക്, പിന്നെ നമ്മുടെ മുഖത്ത് കറുപ്പ് അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ ഈ വെറ്റില നല്ലതാണ് കേട്ടോ. വെറ്റില മൂത്ത വെറ്റിലയല്ല, ഇളം വെറ്റില. അപ്പോൾ അത് ഞാൻ കുറേ പറിച്ചുകൊണ്ടായിരുന്നു കേട്ടോ. കുറേ ഞാൻ മരുന്നുണ്ടാക്കി വെക്കും. പിന്നെ അമ്മയാണെങ്കിൽ പല്ലുവേദനേൻ്റെ മരുന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വെറ്റിലയും കൊണ്ട്. ഈ വെറ്റില നമ്മളെ മുടിക്ക്, മുഖത്ത്, അതാണ് പല്ലുവേദന മരുന്ന്. ചെറിയൊരു പാത്രത്തിലാക്കി വെച്ചാൽ എനിക്ക് പല്ലുവേദന ആയിരുന്നു, അത് കാരണം അതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കറിയെല്ലാം എടുത്ത്, പിന്നെ എന്താ പറയുക, ഈ വെറ്റില എന്ന് പറഞ്ഞാൽ അരച്ചിട്ട്, ഇളം വെറ്റില വേണം കേട്ടോ. അതിനകത്ത് വേറെ സാധനം കൂടി കൂട്ടാണ്ട് നമ്മുടെ മുഖത്ത് കറുപ്പൊക്കെ പോകും കേട്ടോ. കുരു, കറുപ്പ് എല്ലാം പോകും. പിന്നെ അത് പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ എന്തൊക്കെയാണ് വേണ്ടതെന്ന്. മുഖത്ത് തേച്ചാൽ നല്ലതാണ് കേട്ടോ. പിന്നെന്താ, മുഖത്തും നമ്മുടെ കൈയും കാലിലും മുഖത്തും ഒക്കെ തേക്കാം കേട്ടോ. പിന്നെ ഇളം വെറ്റിലയായിരിക്കണം, ഈ മൂത്ത വെറ്റിലയൊന്നും പറ്റൂല കേട്ടോ. അതുകൊണ്ട് പല മരുന്നും ഉണ്ടാക്കാം. അത് തിളപ്പിച്ചിട്ട് കുറേ പരിപാടി ഉണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോ പറയാം കേട്ടോ. ഈ വെറ്റില മുഖത്ത് തേക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അറിയുന്നവർ അതിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നല്ലതാണ്, അത് ഞാൻ തേക്കാറുമുണ്ട് കേട്ടോ. ഇത് മരുന്നുണ്ടാക്കി, സ്വന്തം മരുന്നുണ്ടാക്കി ഞാൻ തേക്കാറുണ്ട് കേട്ടോ. പിന്നെ എന്താ ഉടനെ മെയിനായിട്ട് ഞാൻ പോയത് എന്താണെന്നോ, കുടംപുളി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് കുടംപുളി അമ്മ അവിടെ നിന്ന് ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് എടുത്തുള്ളൂ കേട്ടോ. പിന്നെ അനിയത്തി ഓണത്തിന് വരും, അവളും ഈ പറയുന്ന പോലെ പൈസ കൊടുത്ത് 3 കുടംപുളി 4 കുടംപുളിയോ പോലും 50 രൂപയ്ക്ക് 100 രൂപയ്ക്കൊക്കെ കിട്ടുന്നവർക്ക്. അപ്പം
അവൾക്ക് പിന്നെ അമ്മൂനിയും വേണമെന്ന് പറഞ്ഞു, എൻ്റെ മോക്കും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് 2 പേർക്കും എടുത്തു വെച്ച്. എനിക്ക് പിന്നെ അവർ കൊണ്ടുപോയിട്ടുണ്ട്, ബാക്കി ഉണ്ടെങ്കിലും ഇങ്ങോട്ട് എടുക്കാമല്ലോ. അത് കാരണം ഞാൻ കുറച്ച് കുടംപുളി എടുത്തിട്ട് വന്നു. ഒട്ടും കുടംപുളിയില്ല, എല്ലാം തീർന്നു പോയി. എനിക്കാണെങ്കിൽ മീൻ കറിയിൽ കുടംപുളി ഇടണം. എന്നിട്ട് അങ്ങനെ കുടംപുളി എടുത്തിട്ട് ഇങ്ങ് പോന്നു. ഇത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ.